ഈ രാവിലെ അമ്പലത്തിൽ പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു സ്റ്റേജിലാണ്. അപ്പം മഴ കാരണം ഞാൻ നോക്കി നിൽക്കുക, മഴ എപ്പോഴാണ് തൂരുന്നത് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പം മഴയൊന്ന് തോന്നുന്നു കിട്ടി. അപ്പം ഞാൻ ഇറങ്ങി എങ്ങോട്ട് ഇറങ്ങുവാണേ. ഇനിയിപ്പം തന്നെ വല്ല രാവിലെ ചെല്ലുമ്പം ഭയങ്കര തിരക്കായിരിക്കുമല്ലോ, ബലിയിടലിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം തിരക്ക് വന്ന് കുറയട്ടെ, എനിക്ക് ഒന്ന് തൊഴുതിറങ്ങിയാൽ മതി. അതിന് വേണ്ടി ഞാനിച്ചിരി വെയിറ്റ് ചെയ്ത് നിന്നാണേ. അപ്പം പോകുന്ന വഴിയിലെ കാഴ്ചയൊക്കെ കാണുന്ന കേട്ടോ. അവിടെ കാണുന്ന കക്കാട്ടാറാണ്. ഇത് കണ്ടോ, നമുക്ക് ഈ ഏരിയയിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് പോകണം, അല്ലെങ്കിൽ എട്ടിൻ്റെ പണി നമുക്ക് കിട്ടും. മഴയായ കാരണം മൊത്തം വഴുക്കെന്ന് പറഞ്ഞാൽ വഴുക്കി കിടക്കുന്ന ഒരു പ്രദേശം. അവിടെ കേട്ടോ, സൂക്ഷിച്ചും കണ്ടുമൊക്കെ നമ്മൾ ഇറങ്ങി പോകണം, ഇല്ലെങ്കിൽ താഴെ വീണ് പരിക്കൊക്കെ പറ്റും. നമ്മുടെ കക്കാട്ടാറാണ് ഈ കാണുന്നത്, നമ്മുടെ പാരമൊക്കെ ആയി കാണുന്നത്. ഇപ്പോൾ 2-6 ഇതിലേ പോകുന്നത്. താഴെ പമ്പാനദി വിടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കക്കാട്ടാറ്. അപ്പം മുന്നോട്ട് നടന്നപ്പോൾ ഒരു മഴക്കോളൊക്കെ കണ്ടു. അപ്പം വിചാരിച്ചെന്നാൽ മഴ നനഞ്ഞിട്ടിനി പനിയൊക്കെ പിടിക്കണ്ടല്ലോ. അപ്പം ഒരു ഓട്ടോ കൂട്ടി അമ്പലത്തിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഓട്ടോ കയറി ഞങ്ങളങ്ങോട്ട് പോകും. അമ്പലമെത്തി. നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാം. ഇത് നമ്മുടെ പ്രധാന ക്ഷേത്രം ഇവിടുത്തെ കേട്ടോ. മിക്കവാറും അറിയാമായിരിക്കും, ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ കാണുമായിരിക്കും. നമ്മുടെ കക്കാട്ടുകോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറയും. അപ്പം ഇനി ഇച്ചിരി എണ്ണ വാങ്ങിക്കണം, കർപ്പൂരം വാങ്ങിക്കണം. പ്രധാനപ്പെട്ട വഴിപാടാണല്ലോ, കർപ്പൂരപ്രിയനാണല്ലോ നമ്മുടെ ഭഗവാൻ. അപ്പം ഞാനൊരു കുപ്പി എണ്ണ വാങ്ങിച്ചു, കർപ്പൂരം വാങ്ങിച്ചു. ഇനി നമുക്കൊന്ന് തൊഴുതിറങ്ങണം. രാവിലെ വലിയ തിരക്കൊക്കെ കഴിഞ്ഞിപ്പം തിരക്ക് കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പം ഇനി കയറി ഒന്ന് തൊഴുത് ഇറങ്ങണം. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. 6 പേർക്കൊക്കെ അറിയാമായിരിക്കും അമ്പലം കേട്ടോ. പ്രസിദ്ധമായ അമ്പലമാണ്. ഇവിടെ പന്തളത്തു നിന്നുള്ള തിരുവാഭരണ ഘോഷയാത്രയൊക്കെ ഇവിടെ വരുന്നതാണ്. നമുക്ക് ശബരിമലോത്സവം കഴിഞ്ഞ് ഇവിടെ തിരുവാഭരണ ഘോഷയാത്ര ഇവിടെ വന്ന് പിന്നെ നല്ല ഉത്സവവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല ഉത്സവം, ഭയങ്കര ജനക്കൂട്ടമായിരിക്കും ഇവിടെ. വളരെ ദൂരയിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വരും. തിരുവാഭരണ ഘോഷയാത്ര ഒരു ഉത്സവം തന്നെയാണ് ഇവിടെ. അപ്പം നമുക്കൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. തൊട്ടടുത്ത് തന്നെ മാളികപ്പുഴ ക്ഷേത്രമുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതിറങ്ങി മാളികപ്പുഴ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതു. അവിടെ നിന്ന് നമ്മൾ മഴയൊക്കെ ഇച്ചിരി കുറവുണ്ടായിരുന്നു. അപ്പം നടന്ന് ഇനിയും പോയേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നടന്ന് നമുക്ക് പോകാൻ വഴി നീളെ കാഴ്ചകളൊക്കെ ഉള്ള കണ്ടു പോകാം എന്ന് വിചാരിച്ചിട്ട് നടന്ന് വരും. അപ്പോൾ കണ്ടോ, തിരിച്ച് ഞങ്ങളുടെ വഴിയിലെത്തി. ഇത് കണ്ടോ, നിറയും കോട ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര കോട കണ്ടോ. കോടയെന്ന് പറഞ്ഞാൽ അതിഭയങ്കര കോടയാണ്. ഇനിയിപ്പോൾ നമുക്ക്